നല്ല നിലവാരമുണ്ടാകുകയും ആ പെറ്റ് ഷോപ്പിന് അവർ ഇന്റർനാഷണൽ പെറ്റ് മാൾ എന്ന് പേരിടുകയും ആ പേരിനോട് നീതി പുലർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇന്റർനാഷണൽ പെറ്റ് മാൾ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്റർനാഷണൽ പെറ്റ് മാളിലെ കാഴ്ചകളാണ്. ഇവിടെ കാണുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോൾ ആദ്യം ഒരു കാര്യം പറയാം. ഇതിനു മുമ്പ് നമ്മളൊരു പെറ്റ് ഷോപ്പിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ രണ്ട് ഡിഫക്റ്റാണ് രണ്ട് പോരായ്മകളാണ് ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും അവിടെ പ്രാവുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പെറ്റ് ഷോപ്പിനെ സംബന്ധിച്ച് വല്ലപ്പോഴും മാത്രമേ നമ്മൾ അവിടെ പ്രാവുകളെ കാണാറുള്ളൂ. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രാവുകൾ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പെറ്റ് ഷോപ്പിന്റെ പകുതി ഭാഗവും പ്രാവുകൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു കളക്ഷൻ തന്നെ പ്രാവുകളുടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് പ്രാവിനെ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. നല്ല കളക്ഷൻസ് ആണുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബേർഡ്സ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഡിഫക്റ്റ് പ്രൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻസ് നേരത്തെ വീഡിയോ ചെയ്ത സമയത്തുണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസിനെ കഴിയുന്നതും ഒഴിവാക്കാൻ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നത് പ്രാവിന്റെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. നല്ല നിലവാരമുള്ള കൂടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ക്യാമറയുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് മെക്കാവോ ആണ്, ബ്ലൂ മെക്കാവോ. അത് തൊട്ടിരിക്കുന്ന കാർഡാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഇവിടെ വരും. നമ്മൾ വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കാശില്ലെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് മേടിക്കാം. കാർഡ് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പെറ്റ് ഷോപ്പിനെ സംബന്ധിച്ച്. ഇപ്പോൾ കാർഡ് പേയ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ബേർഡിനെ ഒരു 20,000 രൂപയുടെ ബേർഡിനെ മേടിച്ചു. ആ ബേർഡിന് നമ്മൾ പേ ചെയ്യുന്നത് കാർഡ് ഉപയോഗിച്ചാണ്. അത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്യാം. അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ സാധാരണ ക്രെഡിറ്റ് കാർഡിൽ തന്നെ EMI കൺവേർഷൻസ് ഉണ്ടാകും. അപ്പോൾ 2-3 കൊല്ലത്തെ EMI ആയിട്ടാണെങ്കിലും നമുക്ക് ആ ബേർഡിനെ മേടിക്കാം. അപ്പോൾ ചെറിയൊരു എമൗണ്ട് വെച്ച് മന്ത്ലി പേ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു വലിയ ബേർഡിനെ തന്നെ സ്വന്തമാക്കാനുള്ള ഫെസിലിറ്റി കിട്ടും. ഇത് ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡിൻ്റെ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ തോന്നുക, പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്ക് മിക്കവാറും ബേർഡ്സിനെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും. അതേസമയത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നാൽ പർച്ചേസിങ് ടെൻഡൻസി നമുക്ക് കൂടുതലായിരിക്കും. ക്രെഡിറ്റ് കാർഡ് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. പ്രാവുകളുടെ റേറ്റ് നോക്കിയാൽ 800 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രാവുകളുടെ റേറ്റ്. ആദ്യം നമുക്ക് ഹോമേഴ്സിനെ കാണാം. ഹോമേഴ്സ് വൈറ്റ് ഹോമർ ഉണ്ട്, അതുപോലെ തന്നെ സാധാരണ കളറിലുള്ള ഹോമേഴ്സും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരിക ഒരു 2,100 മുതൽ 2,500 രൂപ വരെയാണ്. ഹോമേഴ്സൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ കുട്ടികളെ നോക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം ഡിസ്റ്റൻസിൽ പറപ്പിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബേർഡാണ്. 2,100 മുതൽ 2,500 വരെയാണ്. 2,500 വരിക വൈറ്റ് ഹോമറിനാണ് 2,500 രൂപ റേറ്റിലേക്ക് വരുന്നത്. ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഹോമേഴ്സിനെ കിട്ടുമെന്ന് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഷോപ്പിൽ ഇന്റർനാഷണൽ പെറ്റ് മോൾ പടമുകളിലുള്ള ഇന്റർനാഷണൽ പെറ്റ് മോളിൽ ഈ ഹോമേഴ്സ് അവൈലബിൾ ആണ്. പലരും ചോദിക്കാറുള്ള കാര്യമാണ്, എവിടെ നിന്ന് കിട്ടും, ചെറിയ റേറ്റിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നല്ല ബ്ലഡ് ലൈൻ ഉള്ളതല്ല എന്ന് വെച്ചാൽ നോർമൽ ഒരു ആവറേജ് രീതിയിൽ നമുക്ക് ഫോസ്റ്റർ പാരന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹോമേഴ്സ് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. സാധാരണ നമ്മുടെ അടുത്തുള്ള പെറ്റ് ഷോപ്പുകളിലൊക്കെ ഹോമേഴ്സിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഞാൻ കണ്ടതിന്റെ കുഴപ്പമാണോ എന്ന് പറയാൻ പറ്റില്ല. സാധാരണ കാണാറില്ല ഇങ്ങനെ പെറ്റ് ഷോപ്പുകൾ. എൻ്റെ അടുത്തുള്ള പെറ്റ് ഷോപ്പുകളിലൊന്നും കാണാറില്ല. അപ്പോൾ ഹോമേഴ്സിനെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോസ്റ്റർ പാരന്റ് ആക്കാൻ പലരും അന്വേഷിച്ച് നടക്കുന്ന ഒരു ബേർഡ് കൂടെയാണ് ഹോമേഴ്സ്. അടുത്തായിട്ട് നമുക്ക് ഓൾഡ് ജർമ്മൻ കോപ്പറിനെ കാണാം. ഇത് ഏറ്റവും നീളമുള്ള ബേർഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ബേർഡാണ്. നല്ല നീട്ടമുള്ള, നല്ല ആരോഗ്യമുള്ള, ലെങ്ത് ഉള്ള ബേർഡാണ്. ഇതിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിന് ചോദിക്കുന്ന റേറ്റ്, ഇതിന് പറയുന്ന റേറ്റ് 4,000 രൂപ പീസിനെന്ന രീതിയിലാണ്. അപ്പോൾ ഒരു പേരൊക്കെ ആകുമ്പോൾ 8,000 രൂപയുടെ റേറ്റ് വരും. നല്ല ഭംഗിയുള്ളൊരു ബേർഡാണ്, നല്ല നീട്ടമുള്ള ബേർഡാണ്. ഇതുപോലൊരു ബേർഡിന് പീസിന് 4,000 രൂപ എന്ന് പറയുന്നത് വലിയ കൂടുതലായിട്ടൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ഇങ്ങനത്തെ ബേർഡ്സിന് നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആകുന്നത്. സാധാരണ ഇതുപോലത്തെ ബേർഡ്സൊക്കെ ഇത്തിരി ക്വാളിറ്റി കൂടിയ അല്ലെങ്കിൽ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള പ്രൈസ് ഉള്ള ബേർഡ്സിനെ സാധാരണഗതിയിൽ നമ്മൾ പെറ്റ് ഷോപ്പുകളിൽ കാണാറില്ല.
ഈ പെറ്റ് ഷോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേയധികം വെറൈറ്റി ബേർഡ്സിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഹംഗേറിയൻ ജെയിന്റ് ഹൗസ്. 2 പെയറുണ്ട് നമുക്കിവിടെ ഹംഗേറിയൻ ജെയിന്റ് ഹൗസിൻ്റെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരെയായിരുന്നു. ഇത് നല്ല സൈസുള്ള ബേർഡാണ്. മറ്റേ രണ്ടാമത്തെ പീസ് കിടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സൈസുള്ള ബേർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ആരോഗ്യമുള്ള ബേർഡ്. ഹംഗേറിയൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം നല്ല റേറ്റുള്ള ബേർഡാണ്. ഇപ്പോൾ സാധാരണ ഇവരുടെ റേറ്റ് കേട്ടിട്ട് പ്രൈസ് എല്ലാം കൂടുതലാണെന്നൊന്നും പറയരുത്. ഹംഗേറിയൻ ജെയിന്റ് ഹൗസ് 35,000 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. ഈ ബേർഡിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റ് വന്നിരിക്കുന്നത്. 35,000 രൂപയാണ് ഹംഗേറിയൻ ജെയിന്റ് ഹൗസിൻ്റെ റേറ്റ്. ആ റേറ്റൊക്കെ സാധാരണ ഉള്ളതാണ്. ഈ ബേർഡിനെ നമുക്ക് ഡയറക്റ്റ് കാണുന്ന സമയത്ത് അതിൻ്റെ സൈസും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് പറയുന്നത് വലിയ കൂടുതലായിട്ടൊന്നും തോന്നില്ല. നല്ല ഫെയർ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് പല കാര്യത്തിലും തോന്നുന്നത്. ഇത് ബ്രീഡിംഗ് സെറ്റാണ്. സാധാരണ ഇത്രയും സൈസുള്ള ബേർഡിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ 20,000 രൂപയുടെ അടുത്ത് റേറ്റ് വരാറുണ്ട്. ഇത് ബ്രീഡിംഗ് സെറ്റ് ആകുമ്പോൾ ഈ ഒരു റേറ്റും ഫെയർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പെറ്റ് ഷോപ്പൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനൊക്കെ നടത്താമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒട്ടുമിക്ക ബേർഡിനും നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേറ്റാണ് ഇവിടെ കണ്ടേക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി ഇംഗ്ലീഷ് പൗട്ടറിനെയാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് മേടിക്കാൻ കൂടുതലും താല്പര്യം തോന്നിയൊരു ബേർഡാണ് ഇംഗ്ലീഷ് പൗട്ടർ. നല്ല പൗട്ടിംഗ് ഒക്കെയുള്ള നല്ല സൈസുള്ള കാലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന നല്ല രസമുള്ളൊരു ബേർഡ് തന്നെയാണ് ഇംഗ്ലീഷ് പൗട്ടർ. അപ്പോൾ ഇതിനെ മേടിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇവിടെ നിന്ന് പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ട് വരാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആകും. അതൊരു റീസണാണ് മേടിക്കാതിരിക്കാൻ. പിന്നെ ക്രെഡിറ്റ് കാർഡ് കയ്യിലെടുത്തിരുന്നത് പഴയ ക്രെഡിറ്റ് കാർഡായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ തൽക്കാലം മേടിക്കാതിരുന്നത്. എനിക്ക് ഏതായാലും ഇഷ്ടമായി. നല്ല രീതിയിൽ ഇവിടെ മേടിക്കാൻ നമുക്ക് കൂടുതൽ താല്പര്യം തോന്നിയൊരു ബേർഡ് ഇംഗ്ലീഷ് പൗട്ടർ തന്നെയാണ്. ഹംഗേറിയനെ താല്പര്യം തോന്നിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ആ ഒരു പ്രൈസിൽ തൽക്കാലത്തെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് മാത്രം കൺസിഡർ ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ മേടിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. 10,000 ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 2 ബേർഡും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡ്സ് തന്നെയാണ്. നല്ല ഹെവി ആയിട്ടുള്ള ബേർഡാണ്. പക്ഷേ ഒരു ഡിഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ബേർഡിന് ചെറിയൊരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. സാധാരണ പൗഷ്ടികമാണ്. വെള്ളം ഇത്തിരി കൂടുതലായിട്ട് കുടിക്കുകയും പെട്ടെന്ന് കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ വെള്ളക്കെട്ടെന്ന അസുഖം വരുന്നത്. അത് നമ്മളൊരു ചെറിയ കെയറൊക്കെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അത് വലിയ കോംപ്ലിക്കേഷൻ ആകേണ്ട ഒരു അസുഖമല്ല. അത് മിക്കവാറും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ അസുഖങ്ങൾ വരാം. പിന്നെ പെട്ടെന്ന് കാര്യമായിട്ട് ഒരു കൂടുതലായിട്ട് വെള്ളം കുടിച്ചാലും ഇങ്ങനത്തെ അസുഖങ്ങൾ വരാം. പൗട്ടേഴ്സിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ കാണാം. ഇനിയിപ്പോൾ നോക്കിയെന്നാൽ പൊമേറിയൻ പൗട്ടർ. ഇത് നല്ല ഹെവി ആയിട്ടുള്ള ബേർഡാണ്. പൊമേറിയൻ പൗട്ടറിൻ്റെയും 2 പെയർ ഇവിടെ ഉണ്ട്. അങ്ങനെ 4 ബേർഡ്സ് ഇവിടെ ഉണ്ട്. ഇയാളുടെ കാര്യത്തിൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം നല്ല സൈസുള്ളതാണ്. ആ സൈസ് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല. പുള്ളിയെ കുറച്ചൊന്ന് പുറകോട്ട് നീക്കി നിർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഇയാൾ കൊത്തുന്നുണ്ട്. ഈ കൊത്തലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബേർഡ്സ് കൊത്തുന്ന പോലത്തെ ലൈറ്റ് ആയിട്ടുള്ള കൊത്തലൊന്നുമല്ല. നല്ല പെയിനുള്ള രീതിയിലുള്ള കൊത്താണ്. അതുകൊണ്ട് ഞാൻ വലിയ ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. നല്ല നീട്ടമുള്ള ബേർഡാണ്. കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബേർഡ് തന്നെയാണ്. 23,000 രൂപയാണ് ഈ പൗട്ടറിൻ്റെ പെയറിന് ചോദിക്കുന്നത്. 23,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സാധാരണ ഈ ഒരു സൈസിലൊക്കെയുള്ള പോമിൻ്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു 10,000 രൂപയിൽ കൂടുതൽ സാധാരണഗതിയിൽ റേറ്റ് വരാറുണ്ട്. അപ്പം നമ്മൾ പലരും പറയും 4,000 രൂപയ്ക്ക് പോമിനെ കിട്ടുമെന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു സൈസിലൊക്കെ ഉള്ളതാണെങ്കിൽ മിക്കവാറും അതിന് 10,000 രൂപയിൽ കൂടുതൽ കുട്ടികൾക്ക് റേറ്റ് വരും. അങ്ങനെ നോക്കിയെന്നാൽ നമുക്ക് ഇവരുടെ പാരന്റ് പെയറിന് 23,000 എന്ന് പറയുന്നത് വലിയ കൂടുതലായിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഈ ഒരു ബേർഡ്സിനെ കേട്ടിരിക്കുന്നത്. ഈ ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ 1 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബേർഡ്സിൻ്റെയും റേറ്റ് നോക്കുമ്പോൾ ഫെയർ ആയിട്ടുള്ള റേറ്റാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഹംഗേറിയൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പൊമേറിയൻ്റെ ആണെങ്കിലും ഒരു 2 പെയർ വെച്ചിട്ട് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമ്മളിപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള 2 പീസുകളെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ആദ്യം കാണിച്ചിരിക്കുന്നത്. ബാക്കി 2 പെയർ കൂടെ ഉണ്ട്. അതിനെ നമുക്ക് കാണിക്കാം. പൗട്ടേഴ്സിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാവുന്ന ഒരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് 4-5 വെറൈറ്റി പൗട്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് ഫാൻറ്റെയിൽസിനെയാണ്. ഫാൻറ്റെയിൽസിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. ഫാൻറ്റെയിൽസിൻ്റെ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്ന ഫാൻറ്റെയിലാണ് എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാൻറ്റെയിൽ. അതിനാണ് ഞാൻ ഏറ്റവും ആദ്യം കാണിക്കുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള ബേർഡാണ്. ഇമ്പോർട്ട് ക്വാളിറ്റിയാണ്. നല്ല ടെയിലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ നമ്മൾ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ടുള്ള ബേർഡാണ് ഈ ഫാൻറ്റെയിൽസ്. ഇവർക്കിപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു റേറ്റ് വന്നാൽ 18,000 ആണ്. ഇമ്പോർട്ട് ക്വാളിറ്റിയാണ്.
ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞിട്ടുള്ള അമേരിക്കൻ ഫാൻറ്റേൽസ് തന്നെ ഇവിടെയുണ്ട്. അതുമാത്രമല്ല മറ്റേ ബെൽജിയം അതുപോലത്തെ ഫാൻറ്റേൽസ് ഉണ്ട്, സാധാ ഇന്ത്യൻ ഫാൻറ്റേലുണ്ട്, പല വെറൈറ്റിയിലുള്ള ഫാൻറ്റേൽസ് ഉണ്ട്. പക്ഷേ ഇവരാണ് ഇവിടെ കണ്ടിട്ടുള്ളതിൽ ഫാൻറ്റേൽസിൻ്റെ കാര്യത്തിൽ ടോപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. 18,000 ആണ് ഇതിന് പറയുന്ന റേറ്റ്. ഇന്ത്യൻ നാഷണൽ പെറ്റ് മാൾ എന്ന ഈ പെറ്റ് ഷോപ്പിൻ്റെ ഉടമസ്ഥൻ തന്നെ, ആ പുള്ളിക്ക് തന്നെ അത്യാവശ്യം ഫാൻറ്റേൽസിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഫാൻറ്റേൽസിനെയാണ് പുള്ളി കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും ഫാൻറ്റേൽസിനെയാണ് കൂടുതലായിട്ട് വളർത്തുന്നതും. പക്ഷേ ഈ പെറ്റ് ഷോപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാൻറ്റേൽസ് മാത്രമല്ല എല്ലാ ടൈപ്പ് ബേർഡ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ പൗട്ടേഴ്സിനെ മാത്രം വളർത്തുന്ന ആളുകളുണ്ട്, അതുപോലെ ഫാൻറ്റേൽസിനെ മാത്രം വളർത്തുന്ന ആളുകളുണ്ട്. അവർക്ക് അതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകും. ഇപ്പോൾ പ്രാവായെന്നാൽ ഫാൻറ്റേൽ ആയിരിക്കണം, പ്രാവായെന്നാൽ പൗട്ടർ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പൗട്ടേഴ്സിനൊക്കെ മാത്രമല്ല, പിന്നെ ജാക്കോബിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളും നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബേർഡിനോടും ആയിരിക്കും കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാകുക. അങ്ങനെ ഏതൊരു ബേർഡിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ പോലും നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാവുന്ന ഒരു പെറ്റ് ഷോപ്പ് തന്നെയാണിത്. കാരണം ഇതെല്ലാത്തിൻ്റെയും അത്യാവശ്യം നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് 2 ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചറിലുള്ള 2 കിങ്ങിനെ കാണാം. അതിൽ നമുക്ക് ഈ പെയറിനായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. കാരണം ഇവർ ആൽമണ്ട് കളറാണ്, കളർ കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഇവരെയാണ്. അതുപോലെ തന്നെ ഇവരുടെ സൈസും കുറച്ചുകൂടെ ഹെവിയാണ്. നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സൈസാണ്. ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ബേർഡിന് ചെറുതായിട്ട് കാലിന് കംപ്ലൈൻറ്റ് ഉണ്ട്. ഇത്രയും സൈസുള്ള ബേർഡ് ആകുമ്പോൾ കൂടുതൽ ചാൻസ് ഉണ്ട് ഇതിന് കംപ്ലൈൻറ്റ്സുകൾ വരാൻ, കാലിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ കാലിൻ്റെ കംപ്ലൈൻറ്റ് മിക്കവാറും അതൊരു കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടും ഇതുപോലെ കാലിന് കംപ്ലൈൻറ്റ് വരാവുന്നതാണ്. ഇത്രയും സൈസുള്ള ബേർഡൊക്കെ ആകുമ്പോൾ അതിന് കൃത്യമായിട്ട് കാൽസ്യം കൊടുക്കണം. അതുപോലെ തന്നെ സൂര്യപ്രകാശവും നല്ല രീതിയിൽ കൊള്ളിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും വെയിറ്റും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് ബേർഡ് വീക്കായി കാലിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 18,000 രൂപയാണ്. മറ്റേതുമായിട്ട് റേറ്റ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം ഈ ഒരു പെയറും മറ്റേതുമായിട്ട് വ്യത്യാസം വരും. ഇതിന് നോക്കിയാൽ സൈസ് കൊണ്ടിട്ട് നമുക്ക് ആ റേറ്റ് തോന്നും. നല്ല ഹെവി ആയിട്ടുള്ള സൈസിലുള്ള ബേർഡ്, ആൽമണ്ട് കളറ്, അതൊക്കെ കൊണ്ടാണ് ഇതിന് 18,000 റേറ്റിലേക്ക് വരുന്നത്. അടുത്ത പെയറിന് നമ്മൾ നോക്കുമ്പോൾ അതിന് ഇത്രയും റേറ്റ് വരുന്നില്ല. പിന്നെ കിങ്ങും മുദിനയുമായിട്ട് പലരും ഡിഫറൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് പറ്റിയ പിന്നീട് ഒരു സാഹചര്യത്തിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പക്ഷേ നോർമലൊരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊരു കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സൈസ് വെച്ച് തന്നെ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഈ ഡിഫറൻസ് തമ്മിലുള്ള മുദിനയും കിങ്ങുമായിട്ടുള്ള ഡിഫറൻസ് ഇവരുടെ ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അത് കഴിയുന്നതും ഒരു തവണ ആ ബേർഡിനെ കണ്ടു നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. ഇനിയിപ്പം നമ്മളിവിടെയുള്ള വേറൊരു പെയറിനെ കൂടെ കാണാം. ഇത് വൈറ്റ് കിങ് ആണ്. വൈറ്റ് കിങ്ങിലേക്ക് വരുമ്പോൾ ഇതിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 10,000 ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു നെഗോസിയേഷനുള്ള ഹോപ്പ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം മറ്റേതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സൈസ് വെച്ചിട്ട് ഇവർ കുറച്ച് ചെറുതാണ്. അതുപോലെ തന്നെ ആൽമണ്ട് കളറല്ല, വൈറ്റ് കളറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൊരു ചെറിയ നെഗോസിയേഷനുള്ള വകുപ്പുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. മറ്റേതിൻ്റെ കാര്യത്തിൽ അത് ആൽമണ്ടാണ്, ഹെവി സൈസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റ് അതിനൊരു പരിധിവരെയൊക്കെ ഫെയർ ആയിട്ടിരിക്കും. പക്ഷേ അതേസമയത്ത് ഇതിലേക്ക് വന്നാൽ 10,000 ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞ 18,000ലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും കുറച്ചുകൂടെ നമുക്ക് നെഗോസിയേഷനുള്ള ഹോപ്പ് ഈ ഒരു ബേർഡിലുണ്ടാകും. ഇത് അത്രയും സൈസ് നമുക്ക് തോന്നിക്കത്തില്ല. പല സാഹചര്യത്തിലും കിങ്ങിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് എന്ത് റേറ്റ് ആകും ഈ കിങ്ങിനെന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും പല റേറ്റുകളും നമ്മൾ പറയുന്നതിനേക്കാൾ വളരെ ചെറിയ എമൗണ്ടിലായിരിക്കും അവർക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടാകുക. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമുക്കൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ സൈസ് അതുപോലെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്റ്റ് നമ്മൾ എപ്പോൾ പ്രാവിനെ കാണുന്നു അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുക. ആദ്യമായിട്ടാണ് ഒരു വ്യക്തി കിങ്ങിനെ കാണുന്നതെങ്കിൽ അയാൾക്ക് ഏത് കിങ്ങിനെ കണ്ടാലും ഹെവി സൈസായിട്ട് തോന്നും. പക്ഷേ ഹെവി സൈസായിട്ടുള്ള കിങ്ങുകളെ കണ്ടതിന് ശേഷം മറ്റ് കിങ്ങുകളെ കാണുമ്പോഴാണ് കിങ്ങിൻ്റെ സൈസിലെ ഡിഫറൻസ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. വീഡിയോ കണ്ടാൽ നമുക്ക് ഒരു മിക്കവാറും സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ സൈസിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ഫ്രിൽ ബാക്കിനെയാണ്. ഫ്രിൽ ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രിൽ ബാക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ബേർഡാണ്. ഇത് വൈറ്റ് ഫ്രില്ലാണ്. ഇതിൻ്റെ ഫ്രില്ലിങ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ഫ്രില്ലിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പ്ലസ് ഇത് ക്രസ്റ്റഡ് ആണോ നോൺ ക്രസ്റ്റഡ് ആണോ എന്നുള്ളതും ഒരു പ്രധാന ഘടകമായിട്ട് തന്നെ വരും. അതിൻ്റെ റേറ്റ് വരുമ്പോൾ ആ ഒരു ഫീച്ചറിനെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നതാണ്. ക്രസ്റ്റഡ് ആയിട്ടുള്ളതിനായിരിക്കും കുറച്ചുകൂടെ ഡിമാൻഡ് ഉണ്ടാകുക. ഇത് ക്രസ്റ്റഡ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രില്ലിംഗ് ഉള്ളതാണ്. ഇതിന് ഇവർ പറയുന്ന റേറ്റ് 6,000 ആണ്.
അതും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെയിൽസ് ചാനലിൽ കഴിഞ്ഞ ദിവസം വിട്ട സെയിൽ പോസ്റ്റ് 7000-നാണ് ഇതിൻ്റെ ഫ്രില്ലിൻ്റെ സെയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പ്രാദേശികമായിട്ട് നല്ല വ്യത്യാസം വരുന്ന ഒരു ബേർഡാണ്. ഓരോ ഏരിയ അനുസരിച്ച് അതിന് റേറ്റിൽ വ്യത്യാസം വരുന്ന ഒരു ബേർഡാണ് ഫ്രിൽ ബാക്ക്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഏരിയകളിലെ റേറ്റ് അല്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോ ഏരിയയിലേക്ക് ചെല്ലുമ്പോഴും ആ ഒരു ഫ്രില്ലിൻ്റെ കാര്യത്തിൽ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ഓരോ ടൈപ്പ് ഫ്രില്ലുണ്ട്. ഇതിപ്പോൾ സാധാ ഫ്രിൽ ബാക്ക് വൈറ്റ് കളറുണ്ട്, ഇവിടെ പിന്നെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഷീൽഡ് ഉണ്ട്. ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും വരിക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ട് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ ഷീൽഡ് ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ക്രസ്റ്റഡ് ആകുമ്പോൾ അതിന് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. നോൺ ക്രസ്റ്റഡ് ആകുമ്പോൾ ചെറിയ രീതിയിൽ റേറ്റ് കുറയും. അതിപ്പോൾ ഷീൽഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലത്തെ തന്നെ വ്യത്യാസങ്ങൾ നമുക്ക് പല സാഹചര്യത്തിലും കാണാൻ പറ്റും. അതുപോലെ ഇത് ബ്രീഡിംഗ് സെറ്റാണ്. കുഞ്ഞുങ്ങളാകുമ്പോൾ ആ റേറ്റിൽ വ്യത്യാസം വരും. നോർമൽ കേസിൽ ഒരു പാരന്റ് ബേർഡിൻ്റെ പകുതി റേറ്റൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് വരുന്ന റേറ്റ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3000 റേഞ്ചിലായിരിക്കും നിങ്ങളുടെ കുഞ്ഞിന് റേറ്റ് വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ 3000 ഒരു ഫ്രിൽ ബാക്കിന് റേറ്റ് വരുന്നതെന്ന് നോക്കിയാൽ അത് വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റ് തന്നെയാണ്. അപ്പോൾ ഹംഗേറിയൻ്റെ കാര്യത്തിൽ നമ്മൾ 2 പേർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതും രണ്ടാമത്തെ പേരാണ്. ഇതിനും സെയിം റേറ്റ് തന്നെയാണ്, അതായത് 35,000 രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ്. പക്ഷേ അപ്പോൾ നമുക്ക് നോക്കാം, എന്നെ സംബന്ധിച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേതാണ്. ബാക്കി മറ്റുള്ളവർ വരുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത. ഇപ്പോൾ എൻ്റെ ഇഷ്ടം, എനിക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സൈസുള്ള ബേർഡ്സിനോടാണ് താല്പര്യം. ഷോ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കയ്യിലിരിക്കുമ്പോൾ നല്ല സൈസുള്ള ബേർഡായിരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് അതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ സൈസുള്ള ബേർഡാണ്. ഇത് മേ ബി ഒരു ഷോ ക്വാളിറ്റി എന്ന രീതിയിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിനെ രണ്ടിനും സെയിം റേറ്റ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും രണ്ടും ഈക്വലി പെർഫോമിംഗ് ആണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. രണ്ടും വളരെ ആക്റ്റീവായിട്ടുള്ള ബേർഡ്സ് ആണ്. സാധാരണഗതിയിൽ ഹംഗേറിയൻ ജെയിൻറ്റ് ഹോഴ്സ് പോലത്തെ ബേർഡ്സ് ഒന്നും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ്സ് അല്ല, പെറ്റ് ഷോപ്പുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ബേർഡ്സ് അല്ല. ഇത് ഇൻ്റർനാഷണൽ പെറ്റ് മോളാണ്, പടമുകളാണ് സ്ഥലം. നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ലൈനിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാക്കനാടേക്ക് പോകുന്ന വഴിക്കാണ്. ഇതിൻ്റെ ഏകദേശം നടുക്കായിട്ട് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇടപ്പള്ളിക്കും ഏകദേശം വയറ്റിലേക്കും നടുക്കായിട്ട് വരും. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാലാണ് നമുക്ക് പടമുകളിലെത്തുക. പടമുകളാണ് നമ്മുടെ ഈ പെറ്റ് ഷോപ്പ് ഉള്ളത്. ഇവിടെ ഇനിയും ഒരുപാട് വലിയ കളക്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ജാക്കോബിനെ കാണാനുണ്ട്. അതുപോലെ തന്നെ മുഗിയുടെ 2 കളേഴ്സ് അവൈലബിൾ ആണ്, റെഡ്, യെല്ലോ. എല്ലാവരും നോക്കി നടക്കുന്ന 2 കളേഴ്സാണ്. ഇതൊക്കെ ഇവിടെ നമുക്കിനി കാണാൻ വേണ്ടിയുണ്ട്. അതുപോലെ ഷോർട്ട് ഫേസിനെ കാണാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കാണാൻ വേണ്ടി കുറച്ച് കൂട്ടുകാർ വന്നേക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു കൂട്ടുകാർ കുറച്ച് പേര് വന്നിന്ന് എല്ലാ ബേർഡ്സിനെയും കാണുന്നുണ്ട്. ഇതുപോലെ എപ്പോഴും നമുക്കിവിടെ ഓരോരുത്തർ വരുന്നതും ബേർഡ്സിനെ മേടിച്ചുകൊണ്ട് പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇവർ ചെറിയ രീതിയിൽ ഡെലിവറിയൊക്കെ ചെയ്യാറുണ്ട്. അടുത്തുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ബേർഡ്സിനെ ചോദിച്ചാൽ അപ്പോൾ ആ കറണ്ട് ടൈമിൽ അവിടെ ഇല്ലെങ്കിൽ നമ്പർ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ഇതുപോലൊരു പെറ്റ് ഷോപ്പിൽ നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാവുന്ന ബേർഡ്സ് ട്രംപറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഡബിൾ ക്രസ്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. അതിനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ട്രംപറ്റേഴ്സിനെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഡബിൾ ക്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബേർഡിനെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മേ ബി ഇനി അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ഡബിൾ ക്രസ്റ്റ് കൂടെ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സെറ്റപ്പൊക്കെ വെച്ചിട്ട് മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡബിൾ ക്രസ്റ്റഡ് ആയിട്ടുള്ള ബേർഡ്സിനെയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഹംഗേറിയൻ്റെ 2 പീസിനെയും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബേർഡ്സിനെ കാണാം. ഇനി അടുത്തതായിട്ട് ഷീൽഡ് ഫ്രില്ലിനെ നമുക്ക് കാണാം. ഷീൽഡ് ഫ്രില്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്രസ്റ്റഡ് ആയിട്ടുള്ള ഷീൽഡ് ഫ്രില്ലാണ്. ഇതിൻ്റെ കാര്യത്തിലാകുമ്പോൾ മാർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇതിൻ്റെ റേറ്റ് വരിക 12,000 രൂപയാണ്. കുറേ ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ബേർഡാണ്. നല്ല മാർക്കിങ്ങുള്ള ബേർഡ്സിനെ കിട്ടാൻ വേണ്ടി പലരും ഇതിനു വേണ്ടി നടക്കാറുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ് ഇവിടെ ഉള്ളത്. പെയറിന് 12,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഷീൽഡ് ഫ്രില്ല് അത്യാവശ്യം നല്ല മാർക്കിംഗ് ഉള്ള ബേർഡൊക്കെ ആണെങ്കിൽ 12,000 എന്നുള്ളതും നല്ല റേറ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത മാർക്കിങ്ങിലാണ് ഇവിടുത്തെ ബേർഡ്സ് ഒക്കെ ഉള്ളത്. അതിനിപ്പോൾ 12,000 രൂപ, അത് ബ്രീഡിംഗ് സെറ്റിനാണ് പറയുന്ന റേറ്റ്. അതൊരു നല്ല റേറ്റാണ്. കുറേ ആളുകൾ അന്വേഷിച്ച് നടക്കുന്നതാണ്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ബേർഡ്സിനെ മേടിക്കാവുന്നതാണ്. ക്രസ്റ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്രില്ലിംഗ് ഉള്ള ബേർഡാണ്. ഇതിൽ കുറഞ്ഞ റേറ്റിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ ഫ്രില്ലിംഗ് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ചില ബേർഡ്സിന് തീരെ ഫ്രില്ലിംഗ് കുറവായിരിക്കും. എന്നിട്ടായിരിക്കും ഒരു 8,000 രൂപ ആ റേഞ്ചിലൊക്കെ പറയുമ്പോൾ അതിന് ഫ്രില്ലിംഗ് വളരെ കുറവായിരിക്കും. ഫ്രില്ലിംഗ് കൂടെ ഈ ബേർഡ്സിനെയൊക്കെ മേടിക്കുന്ന സമയത്ത് നോക്കുക. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ നമുക്ക് മേടിക്കാവുന്ന ഒരു ബേർഡാണ്. 12,000 രൂപ ഇതിന് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ഇതിൻ്റെ കുട്ടികളാകുമ്പോൾ 6,000 റേറ്റിലായിരിക്കും വരിക. അപ്പോൾ 6,000 എന്ന റേറ്റിൽ നോക്കിയെന്നാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രാവിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ള സമയത്ത് ഷീൽഡ് ഫ്രില്ല് ക്രസ്റ്റഡിൻ്റെ ബേസിക് റേറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് 6,000 തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ പറഞ്ഞേക്കുന്നത്. ആ റേറ്റുമായിട്ട് ഓൾമോസ്റ്റ് മാച്ചിങ് ആകുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ റേറ്റുകൾ വന്നിരിക്കുന്നത്. അത്
പ്രധാനമായിട്ട് ഇപ്പോൾ ഷീൽഡ് ഫ്രില്ലിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഏകദേശം സെയിം റേറ്റിൽ തന്നെയാണ് അവർ റേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ കേജിലേക്ക് നോക്കിയാൽ മണ്ണാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നിരത്തിയിരിക്കുന്നത്. നല്ല ഉണക്ക മണ്ണാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് അതിൽ കാണിക്കും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സിംഗിൾ ആയിട്ടുള്ള പൗട്ടേഴ്സിൻ്റെ റേറ്റ് നോക്കാം. ഈ കാണുന്ന ഒട്ടുമിക്ക ബേർഡ്സിന് വൈറ്റ് കളറിൽ കാണുന്ന പൗട്ടറിന് 6000 ആണ്. ഹാന പൗട്ടറിന് 6000 ആണ്. 7000 വരുന്നത് നമ്മുടെ ഗ്ലാഡിറ്റാനോ പൗട്ടറിനാണ്. അത് ബാക്ക് സൈഡിൽ നിൽക്കുന്നുണ്ട്. നമുക്കതിനെ നോക്കാം. അതിനാണ് ആകെ റേറ്റ് 7000 വരിക. ബാക്കി എല്ലാത്തിനും 6000 എന്ന റേറ്റിൽ തന്നെയാണ് ഓരോ ഇതിനും വന്നിരിക്കുന്നത്. ഗ്ലാഡിറ്റാനോ പൗട്ടർ ഫ്രണ്ടിലേക്ക് വരും, നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗ്ലാഡിറ്റാനോയുടെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ഒരു സെയിൽ പോസ്റ്റ് ഇട്ട സമയത്ത് അതിൽ പറഞ്ഞിരുന്നു ഏകദേശം ഒരു ബേണിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാഡിറ്റാനോ പൗട്ടറിൻ്റെ റേറ്റാണ് 8000 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണെങ്കിൽ ഇവിടെ 7000 ആണ് റേറ്റ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആ സെയിൽ ചെയ്യുന്ന സമയത്ത് 2 ബേണിനും കൂടെ 8000 ആയിരുന്നു പറഞ്ഞ്. ആ 8000 എന്നുള്ളത് ശരിക്കും ഈ ഒരു ഒറ്റ ബേണിൻ്റെ റേറ്റ് മാത്രമാണ് വരുന്നത്. മറ്റേത് സാധാരണ ഒരു അത്രയും ക്വാളിറ്റി ഉള്ള ബേർഡായിരുന്നില്ല കൂട്ടത്തിൽ പെയർ ആയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പെറ്റ് ഷോപ്പിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പൗട്ടേഴ്സിൻ്റെ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ളത് നോക്കിയാൽ നമ്മൾ ഇംഗ്ലീഷ് പൗട്ടറിനെ കണ്ടു, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലാഡിറ്റാനോ പൗട്ടറിനെ കണ്ടു, ഹാന പൗട്ടറിനെ കണ്ടു. അങ്ങനെ കുറേയധികം പൗട്ടേഴ്സിൻ്റെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ വളരെ സുഖമായിട്ട് കാണാൻ പറ്റും. ഒറ്റ ഷോപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് പൗട്ടേഴ്സിൻ്റെ കളക്ഷൻ കാണാൻ പറ്റും. അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുമുണ്ട്. ഹാന പൗട്ടറിൻ്റെ ഇനി ഒരു പെയർ കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ വരുന്ന സമയത്ത് കാണാം. ഹാന പൗട്ടറിനെയും അതുപോലെ ബാക്കി മാക്പേ പൗട്ടറിൻ്റെയൊക്കെ പെയറിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ നമുക്ക് ജാക്കോബിനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. ജാക്കോബിൻ്റെ തന്നെ കുറേയധികം പീസുകളുണ്ട്. ഒരു 6ഓളം ജാക്കോബിൻ നമുക്കിവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഹെയർ ഉള്ളതാണ്. നല്ല വൈറ്റ് ജാക്കോബിനുണ്ട്. സാധാരണ വൈറ്റ് ജാക്കോബിന് കാണുന്ന ഹെയറിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹെയർ വന്നേക്കുന്ന ബേർഡ്സിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആൽമണ്ട് കളറിലുള്ള ജാക്കോബിനുണ്ട്, അതുപോലെ ഡാർക്കിഷ് ആയിട്ടുള്ള ജാക്കോബിനുണ്ട്. അപ്പോൾ ഒരു 3 വെറൈറ്റി കളറിലുള്ള ജാക്കോബിനുണ്ട്. ജാക്കോബിൻ്റെ പെയറിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ്. അപ്പോൾ നമുക്ക് നോക്കിയറിയാം കുട്ടികളുടെ റേറ്റിൽ വരുമ്പോൾ ഒരു 7500 ഒക്കെ ആയിരിക്കും റേറ്റിന് വരിക. ഇതൊരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റാണ്. ബ്രീഡിംഗ് സെറ്റിന് വരുന്ന റേറ്റ് 15000 രൂപ ഒരു പെയറിനെന്ന രീതിയിലാണ്. ആൽമണ്ട് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, അതുപോലെ ഡാർക്കിഷ് ആയിട്ടുള്ള കളറും ഇവിടെ അവൈലബിൾ ആണ്. ജാക്കോബിൻ്റെ കാര്യത്തിലേക്ക് വന്ന ഇടയ്ക്ക് ചില പെറ്റ് ഷോപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ബേർഡാണ് ജാക്കോബിൻ. പക്ഷേ ഒരു നല്ല ക്വാളിറ്റിയിൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന രീതിയിലുള്ള ബേർഡ്സ് ആയിരിക്കും മിക്കവാറും ഒരു സാധാരണ പെറ്റ് ഷോപ്പുകളിലൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ജാക്കോബിനെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ജാക്കോബിൻ്റെ പെയറിനെയും അതുപോലെ തന്നെ ഒരു ഫ്രില്ലിൻ്റെയും കൂടെ കാണിച്ചിട്ട് ഈ ജാക്കോബിനെയും അതുപോലെ ഒരു ഫ്രില്ലിൻ്റെ പെയറിനെയും കൂടെ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രാവുകൾ നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ വരെയുള്ള പ്രാവുകളെ നോക്കുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബേർഡ്സിനെ കാണിക്കാം. ഇനിയുള്ള ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ബേർഡ്സിനെ ഇതുപോലെ മിക്സ് ആയിട്ട് കാണിക്കാം. ഹൈ എൻഡിൽ വരുന്ന ബേർഡ്സിനെയും അതുപോലെ ലോവർ ലെവലിലേക്ക് പോകുന്ന ബേർഡ്സിനെ ലോവർ പ്രൈസിൽ വരുന്ന ബേർഡ്സിനെയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് ആവശ്യമുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കത് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ. ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കിയുള്ള ബേർഡ്സിനെയും കൂടെ കാണിച്ച് അവരുടെ ഡീറ്റെയിൽസ് പറയാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഫ്രില്ലിൻ്റെ ഒരു വെറൈറ്റിനെ കൂടെ കാണാം. ഇതിൻ്റെ റേറ്റ് ഏകദേശം ഷീൽഡ് ഫ്രില്ലിൻ്റെ റേറ്റ് തന്നെയാണ് സെയിം ആയിട്ട് വരിക. 12000 രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. ഇത് ക്രസ്റ്റഡ് ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രില്ലിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനും 12000 തന്നെയാണ് റേറ്റ്. ഒരു കളർ ചേഞ്ച് എന്ന രീതിയിൽ നമുക്ക് ഇതിനെയും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേർഡാണ്. ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 3 മണിക്കൂറോളമുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇതിൻ്റെ ഇനി ബാക്കി പോർഷനിൽ നമ്മൾ ഇതിൻ്റെ ആക്സസറീസൊക്കെ എല്ലാം കാണിക്കാൻ വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ കുറേയധികം വേറെ ബേർഡ്സിനെയും കാണിക്കാനുണ്ട്. അപ്പോൾ ബേർഡ്സ് മാത്രമല്ല പ്രാവിനെ നമ്മുടെ ഹാന പൗട്ടർ പോലത്തെ പ്രാവുകളെയും ഇനിയും ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ബാക്കി നമ്മൾ ബേസിക് ബേർഡ്സിനെയൊക്കെ കുറച്ച് കാണിച്ചു വരുമ്പോൾ ടൈം കുറേ ആകും. ഇത് 3 മണിക്കൂറുള്ള വീഡിയോ ആയിരുന്നു. 2ആക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് കളയാവുന്ന അത്രയും മാക്സിമം കളഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെ ഒരു 3 പേരോളം വിളിച്ച് ചോദിച്ചാണ് റെഡ് മുഗിയുണ്ടോ അല്ലെങ്കിൽ യെല്ലോ മുഗിയുണ്ടോ സാൻഡിൽ മുഗിയുണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ റെഡ് മുഗിക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെഡ് മുഗിയുടെ ഇവിടുത്തെ റേറ്റ് 6000 രൂപയാണ്.
കുട്ടിയായിട്ടൊക്കെ ഇരിക്കുകയാണ്, വേറെ എഗ്ഗ് വെച്ച് കൊടുത്താണെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ ഒരു ഡാർക്കിഷ് കളറിലുള്ള ബ്ലാക്ക് മുഗിയാണ് ഉണ്ടായേക്കുന്നത്. യെല്ലോയും റെഡുമായിട്ടൊക്കെ കുറച്ചധികം 4-5 പേരോളം നമുക്കിവിടെ മുഗിയുടെ പീസ് അവൈലബിൾ ആണ്. അപ്പോൾ മുഗിയുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മാർക്കിങ്ങും അതുപോലെ അതിൻ്റെ സ്റ്റാൻഡിങ്ങും ആണ്. അപ്പോൾ മുഗിയുടെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന പീസിന് ചെറിയൊരു മാർക്കൗട്ട് കാണാം. അപ്പോൾ മാർക്കിംഗ് നിങ്ങൾക്ക് നോക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ മുഗീനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ സ്റ്റാൻഡിങ്ങും ഒക്കെ നോക്കുക. അപ്പോൾ റെഡ് അതുപോലെ തന്നെ സാൻഡിൽ കളർ ഇതിനൊക്കെ കുറച്ച് യെല്ലോ അതൊക്കെ കുറച്ച് ഡിമാൻഡുള്ള കളറാണ്. അതനുസരിച്ച് അവരുടെ റേറ്റിൽ വലിയ വ്യത്യാസങ്ങൾ വരും. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുഗിയുടെ റേറ്റ് ചോദിക്കാൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുദീന എന്ന ബേഡാണ്. മുദീനയ്ക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു പീസ് മാത്രമാണ് നമ്മളിവിടെ മുദീനയുടെ ബ്രീഡിംഗ് സെറ്റ് കണ്ടത്. അതുപോലെ ഇതിൻ്റെ 2 കുട്ടികൾ, ഇതിൻ്റെ വേറെ കളറിൽ വൈറ്റ് കളറിലുള്ള 2 കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ബ്രീഡിംഗ് സെറ്റായ ഈ പീസിന് അവർ ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ്. 3000 രൂപ ബ്രീഡിംഗ് സെറ്റിന് ചോദിക്കുന്നുണ്ട്. കുട്ടികൾ ചെറിയതായിട്ടുള്ളതിനെ വൈറ്റ് കളറിലുള്ളതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഒരു മീഡിയം റേഞ്ചിലുള്ള പ്രാവിനെയൊക്കെ നോക്കുന്ന കേജ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന, കേജോ കോളനിയോ ആയിട്ടുള്ള സിസ്റ്റമൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡാണ് മുദിന. മുദിനയൊക്കെ ആകുമ്പോൾ അഴിച്ചിട്ട് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കേജ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ കോളനി സിസ്റ്റത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് മുദിന എന്ന ബേഡിൻ്റെ തുടക്കക്കാരനായാൽ പോലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡാണ്. ഒരു മീഡിയം ലെവലിലുള്ള റേറ്റേ വരുന്നുള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബ്രീഡിങ്ങിനും വലിയ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് കാണാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേഡാണ് മുദിന. എറണാകുളത്ത് പടമുകളിലുള്ള ഇന്റർനാഷണൽ പെറ്റ് മാളിലെ ബേഡ്സിനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഇമെയിൽ ഐഡിയും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. കൂട്ടത്തിൽ മുഗിയുടെ മാർക്കിങ്ങും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അടുത്തതായിട്ട് ജർമ്മൻ നണ്ണാണ്. ഇതിനെയും ആളുകൾ ചോദിക്കാറുള്ള ബേഡാണ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ കളറിൽ വെച്ച് ചോദിക്കാറുണ്ട്. കളറിൽ എന്ന് പറയുമ്പോൾ ബ്ലൂ ആണെങ്കിൽ ഹെഡിൽ ബ്ലൂ വരും, ടെയിലിൽ ബ്ലൂ വരും. അതുപോലെ റെഡ് ആണെങ്കിൽ ഹെഡിൽ റെഡ് കളർ വരും, അതുപോലെ അതിൻ്റെ ടെയിലിൽ റെഡ് കളർ തന്നെ വരും. അപ്പോൾ ഇതിനും അങ്ങനത്തെ മാർക്കിങ്ങിൻ്റെ കാര്യമുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് അവർ ചോദിക്കുന്ന റേറ്റ് 6000 രൂപയാണ്. ബ്രീഡിംഗ് സെറ്റാണ്. 6000 രൂപയാണ് ഇതിന് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അതും വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണെന്ന് തോന്നുന്നു. ജർമ്മൻ നൺ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നണ്ണെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ നാട്ടിൽ നമ്മുടെ ഹിപ്പിക്ക് നണ്ണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ലാഹോറിൻ്റെ പീസിന് നണ്ണെന്ന് പറയാറുണ്ട്. ലാഹോർ, സിറാസ് ഇതൊക്കെ എന്ന് പറയുന്നത് സെയിം ബേർഡാണ്. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഹിപ്പിനെയും ഇതുപോലെ ആളുകൾ നണ്ണെന്നൊക്കെ പറയാറുണ്ട്. ഇത് ജർമ്മൻ നണ്ണാണ്. അത്യാവശ്യം ഡിമാൻഡൊക്കെ ഉള്ള ഒരു ബേഡാണ്. ഇതിൻ്റെ മാർക്കിങ്ങിനും വ്യത്യാസം വരാൻ പാടില്ല. പക്ഷേ ഒരുപാട് സ്ഥലത്തുള്ള മാർക്കിംഗ് ഒന്നുമില്ല. ഹെഡിലും അതുപോലെ ടെയിലിലും വരുന്ന മാർക്കിങ്ങിൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിങ്ങിലുള്ള ബേഡാണ്. 6000 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ കുട്ടികൾക്ക് ഏകദേശം 3000 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ ഫാൻറ്റെയിൽസിനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഫാൻറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ബെൽജിയം ഫാൻറ്റെയിലിനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ബെൽജിയം ഫാൻറ്റെയിലാണ്. 3 പീസ് നമ്മൾ താഴ്ത്തിറക്കിയിട്ടുണ്ട്. ബെൽജിയം സിൽക്കി ഫാൻറ്റെയിൽ. സിൽക്കി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ടെയിൽ നോക്കുന്നത് നമുക്കറിയാം. സാധാരണ നിൽക്കുന്ന പോലെ ഹാർഡായിട്ടുള്ളതല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ടെയിലാണ്. അതൊരു പ്രത്യേകതയാണ്, സിൽക്കിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് ഹെഡ് വളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ബാക്കിലേക്ക് ഹെഡ് വളച്ചതിന് ശേഷം നമ്മൾ ആ ബേഡിനെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ ഹെഡ് കാണാൻ പറ്റില്ല. അതാണ് അവരുടെ ഒരു ബെൽജിയത്തിൻ്റെ ഒരു പ്രത്യേകത വരിക. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ബാക്കിലേക്ക് തല താഴ്ത്തിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഈ ബേഡിൻ്റെ ഹെഡ് നമുക്ക് കാണാൻ പറ്റില്ല. അത് അവരുടെ ഒരു ക്വാളിറ്റിയുടെ ലക്ഷണമാണ്. ഇതുപോലെ താഴത്തേക്ക് ഹെഡ് ഇട്ടിരിക്കും, നേരെ നിൽക്കുന്നത് പോലെ ഇരിക്കും, നെഞ്ചിങ്ങനെ ഫ്രണ്ടിൽ തള്ളി വെച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്, ബെൽജിയത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. ടെയിലിൽ വന്നേക്കുന്ന പ്രത്യേകതയാണ് അതിൻ്റെ ഒരു സിൽക്കി എന്ന പേര് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരാനുള്ള കാരണം. ബെൽജിയം സിൽക്കി ഫാൻറ്റെയിലിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ് അത്. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് ഫേസ് ഉണ്ട്. ഷോർട്ട് ഫേസിൽ തന്നെ നമ്മൾ വൈറ്റ് സൈഡ് ഷോർട്ട് ഫേസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് സൈഡിനെ കുറിച്ച് പലർക്കും ഒരു കൺഫ്യൂഷനുള്ളതാണ്. അപ്പോൾ വൈറ്റ് സൈഡ് എന്താണെന്നുള്ളത് നമുക്ക് ആ ബേഡിനെ കാണിക്കുന്ന സമയത്ത് പറയാം. ഷോർട്ട് ഫേസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോങ് ഫേസ് ഉണ്ട്, പിന്നെ മുഗിയുടെ 2 വെറൈറ്റി കൂടെ കളറുണ്ട്. അതായത് യെല്ലോയും അതുപോലെ റെഡിനെയും വേറൊരു പീസ് കൂടെ ഉണ്ട്. അതിനെയും നമുക്ക് കാണിക്കാം. ഇവരുടെ എന്ന് വെച്ചാൽ സിൽക്കി ഫാൻറ്റെയിൽ നന്നായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളോട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകുന്ന ടൈപ്പാണ്. ഫാൻറ്റെയിൽസ് ഒട്ടുമിക്ക ഫാൻറ്റെയിൽസിനെ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റും. പക്ഷേ ഇവരെ വളർത്തുമ്പോൾ അഴിച്ചിട്ട് വളർത്തുന്ന സമയത്ത് പൂച്ചകളിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്.
ഇൻഡോർ ആയിട്ടൊക്കെ വളർത്തിയാൽ അടുത്ത് തന്നെ ഇട്ട് വളർത്തിയാലൊന്നും പ്രശ്നം ഉണ്ടാകില്ല. ഇതുപോലെ ഫാൻറ്റെയിൽസുകൾ ഏതാണെങ്കിലും തുടക്കക്കാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫാൻറ്റെയിൽസ് ഒന്നും വലിയ കുഴപ്പം ഉണ്ടാക്കാറില്ല ബ്രീഡിങ്ങിനാണെങ്കിലും. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഇവരുടെ ബ്രീഡിങ് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കുമെന്ന്. അങ്ങനെ ബ്രീഡിങ്ങിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പം വരാറില്ല. നന്നായിട്ട് ബ്രീഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇവർ തന്നെ നന്നായിട്ട് കുട്ടികളെ നോക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഫാൻറ്റെയിൽസിൻ്റെ കാര്യത്തിൽ ബെൽജിയം ആണെങ്കിലും അമേരിക്കൻ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും ഒന്നും വലിയ പ്രശ്നം വരില്ല. അമേരിക്കൻ്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ടെയിൽ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നം വരില്ല. ഇവരുടെ ടെയിൽ പോലും കട്ട് ചെയ്തില്ലെങ്കിലും നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കിക്കോളും. ഇന്ത്യൻ ഫാൻറ്റെയിലിനെ നമ്മൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഇന്ത്യൻ ഫാൻറ്റെയിലിനെ നമ്മൾ കാണിക്കുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് ഫേസ് ആണ്. വൈറ്റ് സൈഡ് ഷോർട്ട് ഫേസ് ആണ്. വൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് സൈഡിനെ കുറിച്ച് നേരത്തെ മുഗിയുടെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിജിയൻ ഷോയുടെ വീഡിയോ ചെയ്ത സമയത്തും വൈറ്റ് സൈഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പല വീഡിയോസിലും പല ആളുകളും കാണിക്കുന്ന സമയത്ത് രണ്ട് തൂവൽ ഏതെങ്കിലും വൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിനെ വൈറ്റ് സൈഡ് എന്ന രീതിയിലേക്ക് പറയും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് സൈഡ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. വൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ വരണം. അതായത് ഇതിൻ്റെ വൈറ്റ് കളർ കാണുന്ന പാട്ടിൽ തൂവലിൽ ആ ഷീൽഡ് പോലത്തെ സ്ഥലത്ത് നമുക്ക് സാധാരണ ഷീൽഡ് പോലെയൊക്കെ വരുന്ന ഫ്രില്ലിൻ്റെ കാര്യത്തിൽ ഫ്രില്ലിങ് വരുന്ന ഏരിയയിൽ ഇതുപോലെ വൈറ്റ് കളർ ആയിരിക്കണം വരുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ചിറകല്ല പറക്കുന്ന ഫ്ലൈയിങ് ഫെതേഴ്സ് ബോഡി കളർ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ യെല്ലോ കളർ ആണെങ്കിൽ ആ യെല്ലോ കളർ തന്നെ ആയിരിക്കണം ചിറകലിലും വരേണ്ടത്. ഈ ബേണിൻ്റെ കാര്യത്തിൽ അതൊക്കെ കറക്റ്റാണ്. ആകെ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് തോന്നുന്നത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ബേണിൻ്റെ തലയുടെ മേൽഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നേക്കുന്നത്. വൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പാറ്റേൺ ആണ്, കളർ പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വൈറ്റ് സൈഡ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആരെങ്കിലും വൈറ്റ് സൈഡ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല പ്യുവറായിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ബേണിന് നല്ല കറക്റ്റായിട്ട് വൈറ്റ് കളർ വന്നേക്കുന്നത് കാണാം. അതിൻ്റെ ഈ പറയുന്ന ഫ്ലൈയിങ് ഫെതേഴ്സ് ആണെങ്കിലും ബോഡി കളർ തന്നെയാണ്. ആകെ വന്നേക്കുന്ന അതിൻ്റെ വ്യത്യാസം തലയുടെ മേൽഭാഗത്ത് കുറച്ച് വൈറ്റ് കളർ കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരിക. മറ്റേ ബേണിൻ്റെ കാര്യത്തിലാകുമ്പോൾ തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ ടെയിലും അതുപോലെ ഫ്ലൈയിങ് ഫെതേഴ്സും എല്ലാം സെയിം കളർ തന്നെയാണ്. പക്ഷേ ബോഡിയിലേക്ക് വരുമ്പോൾ ചെറിയൊരു പൊട്ട്, ഇപ്പോൾ വൈറ്റ് കളറിലാണെങ്കിൽ ചെറിയൊരു പൊട്ട് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് മറന്നു കളയാവുന്ന കാര്യമാണ്. ചെറിയൊരു മാർക്കൗട്ടൊക്കെ നമുക്ക് അതിൽ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. വൈറ്റ് സൈഡ് ഷോർട്ട് ഫേസിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 6000 രൂപയാണ്. അതും വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയായിട്ടാണ് തോന്നുന്നത്. 6000 ആണ് വൈറ്റ് സൈഡൊക്കെ ഡിമാൻഡുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ലോങ് ഫേസ് ആണ്. ലോങ് ഫേസും നല്ല ഡിമാൻഡുള്ള ഒരു ബേഡാണ്. ഇതിൻ്റെ ചെറിയ ചുണ്ടുകളായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു ഹെഡ് ഷേപ്പാണ് ഇതിൻ്റെ. മൊത്തത്തിലുള്ള സ്റ്റാൻഡിങ്ങും രസമായിരിക്കും. വൈറ്റ് കളറിലാണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ കളറിൽ ഡിമാൻഡുള്ളത് തന്നെയാണ്. ഈ ബേഡിന് ഇവർ ചോദിക്കുന്ന റേറ്റ് 15000 രൂപയാണ്. 15000 രൂപയാണ് ലോങ് ഫേസിന് വരുന്ന റേറ്റ്. സാധാരണയായിട്ട് നമ്മുടെ ഷോർട്ട് ഫേസിനേക്കാളും കുറച്ചുകൂടെ ഡിമാൻഡുള്ള കുറച്ചുകൂടെ വിലയുള്ള ബേഡാണ് ലോങ് ഫേസ്. അതിൻ്റെ ഒരു ലുക്കും നമുക്ക് ഒറ്റനോട്ടത്തിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയായിരിക്കണം ഇത്രയധികം റേറ്റ് വരിക. പിന്നെ അതുകൂടാതെ ഏറ്റവും പ്രധാന കാര്യം ഫോസ്റ്റർ പാരൻസിന് നമുക്ക് ഇവരുടെ കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വരാറുണ്ട്. അതുകൂടെ ഉണ്ട് ഇവരുടെ റേറ്റിൽ ഇത്രയധികം കൂടുതൽ വരാൻ. അത് ഷോർട്ട് ഫേസിനാണെങ്കിലും ഒരു പരിധിവരെ ഫോസ്റ്റർ പാരൻസിന് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ചുണ്ട് വളരെ ചെറുതായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇവർ തന്നെ ഒന്നെങ്കിൽ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ഹോസ്റ്റർ പാരൻസിനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഇവരെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഉള്ള റീസൺസ് ഒക്കെ കൊണ്ടിട്ടാണ് സാധാരണ ഈ ടൈപ്പ് ബേഡ്സിന് കുറച്ച് വില കൂടുതലായിട്ട് വരിക. ലോങ് ഫേസിനെ കാണാൻ നല്ല ഭംഗി കൂടെ ഉണ്ട്, നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ബേഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റും കൂടെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. 15000 രൂപയാണ് ഇവർ ഈ ബേഡിന് ചോദിക്കുന്ന റേറ്റ്. ഇങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കറക്റ്റായിട്ടുള്ള റേറ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ ഓരോ ബേഡ് വരുന്നതനുസരിച്ചും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഓരോ ബ്രീഡറിനനുസരിച്ചും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ആ വ്യത്യാസം നമുക്കിതിലും പ്രതീക്ഷിക്കണം. ഇനി അടുത്ത തവണ ഇവിടെ വരുന്ന ബേഡ്സിന് സെയിം റേറ്റ് ആകണമെന്നില്ല. ഓരോ ബ്രീഡറിനനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകാം. ഇതിപ്പോൾ അടുത്തതായിട്ട് നോക്കുന്നത് സാഡിൽ ഫാൻറ്റെയിലാണ്. ഇതും ഇപ്പോഴത്തെ ഫാൻറ്റെയിൽസിൽ അത്യാവശ്യം ഡിമാൻഡുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ ഫാൻറ്റെയിൽ പോലെ തന്നെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിമാൻഡുള്ളൊരു ബേഡാണ് സാഡിൽ ഫാൻറ്റെയിൽ. ഇത് ബ്ലാക്ക് കളറിലുള്ളതാണ്. ഇതിനെയും പറയുന്ന പോലെ ഷീൽഡ് പോലെ ചിറകിൽ വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ബ്ലാക്ക് കളറിന് അത്യാവശ്യം ഡിമാൻഡുള്ളതാണ്. സാഡിൽ ഫാൻറ്റെയിലിൻ്റെ കാര്യത്തിലേക്കാണെങ്കിലും അതിന് റേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 12000 രൂപയായിരുന്നു ഇവർ പറയുന്ന റേറ്റ് എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, റേറ്റ് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇതാണ് അത്യാവശ്യം ഡിമാൻഡുള്ള ബേഡാണ്. നല്ല ടെയിലൊക്കെ ഉള്ളതാണ്.
മാർക്കിങ്ങും ഇവർക്കുണ്ട്. മാർക്കിങ്ങിൻ്റെ എന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡിൽ വരുന്ന ചെറിയ കുത്തുകളൊക്കെ ചിലപ്പോൾ മാർക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യാം. എന്നാൽ പോലും അത്യാവശ്യം നല്ല മാർക്കിംഗ് ആണ് ബേഡ്സിനുള്ളത്. ചെറിയ മാർക്കൗട്ടൊക്കെ ഒരുമാതിരി മിക്കവാറും ബേഡ്സിനൊക്കെ വരാവുന്നതാണ്. അത് നമുക്ക് ചെറിയ മാർക്കൗട്ടൊക്കെ ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം. പ്ലഗ് ചെയ്യാവുന്ന രീതിയിലുള്ള മാർക്കൗട്ടുകളെ നമുക്ക് മിക്കവാറും സാഹചര്യത്തിൽ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. മുഗിയുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴാണ് മാർക്കിങ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാകുന്നത്. കാരണം പ്ലഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള ബേഡ്സിൻ്റെയൊക്കെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പ്ലഗ് ചെയ്താലും വലിയ കുഴപ്പമുണ്ടാവില്ല. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് മുഗിയാണ്. മുഗി എന്ന് പറയുമ്പോൾ യെല്ലോയും അതുപോലെ തന്നെ റെഡ് മുഗീനെയുമാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അഡ്വാൻസ് ആയിട്ട് തന്നെ അവരുടെ റേറ്റ് പറയാം. 6000 രൂപ റെഡ് മുഗിക്കും 7000 രൂപ യെല്ലോ മുഗിക്കുമാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ സമയത്ത് ഒരു കസ്റ്റമർ വന്നിരുന്നു. പുള്ളി ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി ഇതിന് റേറ്റ് ഇവിടെ കുറച്ച് കൂടുതലാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതായത് 6000 രൂപ മുഗിക്കെന്ന് പറയുന്നത് കൂടിയ റേറ്റാണ്. അടുത്തതിന് 7000 രൂപ ഇട്ടിരിക്കുന്നു, അതും കൂടിയ റേറ്റാണ്. എൻ്റെ നാട്ടിലാണെങ്കിൽ 1000-1500 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ് മുഗി എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുള്ളി നോക്കിയ 2 മുഗികളും ഒരെണ്ണം റെഡും അതുപോലെ തന്നെ യെല്ലോയുമായിരുന്നു. റെഡിനും യെല്ലോയ്ക്കുമൊക്കെ ട്രിവാൻഡ്രം, അപ്പോൾ പുള്ളി പറയുന്ന പുള്ളിയുടെ നാട്ടിൽ ആ റേറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ റെഡ് ആണെങ്കിൽ അതുപോലെ തന്നെ യെല്ലോ ആണെങ്കിലും ട്രിവാൻഡ്രത്തും ഈ പറയുന്ന റേറ്റൊക്കെ ഉള്ളതാണ്. 6000-7000 രൂപയൊക്കെ മിനിമം അവിടെയും വരുന്നതാണ്. ആൽമണ്ട് കളറാണെങ്കിലും ഈ പറയുന്ന പോലത്തെ റേറ്റിൽ വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കുക. നമ്മൾ തുടക്കത്തിൽ ഒരാൾ വരുന്ന സമയത്ത് വില കൂടുതലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ടെന്നോ, അതിൻ്റെ മാർക്കിംഗ് അനുസരിച്ച് വ്യത്യാസമുണ്ടെന്നോ, അതിൻ്റെ സ്റ്റാൻഡിങ് അനുസരിച്ച് വ്യത്യാസമുണ്ടെന്നോ ഒക്കെ നോക്കുക. അതുകൊണ്ട് തന്നെ മുഗിയുടെ വീഡിയോ, നമ്മൾ മുഗിയെക്കുറിച്ച് നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ, മുഗിയുടെ മാർക്കിങ്ങും അതുപോലെ മുഗിയുടെ സ്റ്റാൻഡിങ്ങിനെയും കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾ നോക്കുക. ഇത് റെഡ് മുഗി, ഇതിന് ഇവിടെ ഇട്ടിരിക്കുന്ന റേറ്റ് 6000 രൂപയാണ്. ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിൻ്റെ റേറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്. പാരൻറ്റ് ബേർഡിൻ്റെ റേറ്റാണ് 6000 രൂപ. ബാക്കിയുള്ള ബേഡ്സിനെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോയുടെ ബാക്കിയുള്ള പോർഷൻസിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഷോർട്ട് ഫേസിനെ കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫേസിന് 5000 രൂപയാണ് പറയുന്നത്. അതുപോലെ മാക്പേ പൗട്ടറിനെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിൽ ബഡാങ്ങിനെ കാണിക്കുന്നുണ്ട്. ബഡാങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. പിന്നെ കൂടാതെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു സപ്പോർട്ട് കൂടെ നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് പാർട്ടും ചെയ്യുന്നതാണ്. വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.